എന്താ ജയിക്കിപ്പോ അവിടെ ഒരു ബഹളം? ആരെങ്കിലും കുരിശുമത്തിറക്കിയാ? ആ കറിയാച്ചനാ. അവനെന്താ തുണിയിലാണ്ട് കിടക്കാ? അല്ല ചോ, ലാബത്തിലേക്ക് തവളയെ കൊണ്ട്. ഞാൻ തോറ്റൂലോ. ആ പിള്ളേരെ മുമ്പിൽ കൂടെ തവളേനെ കൊണ്ടുവരരുതെന്ന് പല 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 വട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളതാ. ഇന്ന് യാവനെന്ന് ഞാൻ അല്ലെങ്കിൽ വേണ്ട. Okay, bye. 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 See you guys. Hi. Excuse me. എവിടെയായിരുന്നു ഇതുവരെ? ട്രാഫിക് ജാം ആയിരുന്നു. എന്നും ഇങ്ങനെ ജാമായിട്ട് വന്നാലേ ഒടുവിൽ ഒരുപാട് വിഷമിക്കേണ്ടി വരും. Get in. What dear? Who made the noise? Stand up. Yourself, Monica. Reshma. Priya. ഷൈൻ ചെയ്യാ. അമേരിക്കയിൽ നിന്നും ജർമ്മനിയിൽ നിന്നും ഒക്കെ പാരന്റ്സ് നിങ്ങളെ ഇങ്ങോട്ട് കയറ്റി അയച്ചതേ സംസ്കാര സമ്പന്നരാക്കാൻ വേണ്ടിയാ. സമ്പന്നരായില്ലെങ്കിലും തീരെ ദരിദ്രവാസികളാകരുത്. എന്റെ ക്ലാസ്സിൽ ഇരിക്കണമെങ്കിൽ കുറച്ചുകൂടി അന്തസ് കീപ്പ് ചെയ്യണം. എന്തു പറയുന്നു? We will try. ട്രൈ ചെയ്താലൊന്നും പോരാ. യു മസ്റ്റ് സിറ്റ് ഡൗൺ. കർത്താവിനെ ഓർത്ത് എന്നെ എങ്ങനെ നാണം കെടുത്തല്ലേ? എനിക്കറിയാവടി, ഞാനിപ്പോ നിനക്കൊരു നാണക്കാരാ. നീ വലിയ ലൈബ്രറി അസിഡന്റ്, ഞാൻ വെറും പ്യൂൺ. കെട്ടവനാണെന്ന് പറയാൻ നിനക്കിപ്പോ നാണക്കേട് കാണും. പ്യൂണായതിൽ എനിക്ക് ഒരു നാണക്കേടുമില്ല. ഈ തവളപിടുത്തം ഒന്ന് നിർത്താനേ പറഞ്ഞുള്ളൂ. വേണ്ട, തവളക്കാരും പറഞ്ഞു നീ എന്നെ ഒതുക്കണ്ട. നിന്റെ സ്ത്രീധനം കൈക്കൂലിയായി കൊടുത്ത് ജോലി വാങ്ങിക്കുന്നുള്ള അഹംഭാവമാണ് നിനക്ക്. ഇതാ ഞാൻ പറഞ്ഞ അച്ഛന് കോംപ്ലക്സ് ആണെന്ന്. കോംപ്ലക്സ് നിന്റെ എന്റെ ഈശോയെ, ആരെങ്കിലും കേൾക്കും. കേക്കട്ടടി, എന്നെ കുറിച്ച് പരദൂഷണം പറഞ്ഞു നടക്കുന്ന നിനക്കാണോ എനിക്കാണോ കോംപ്ലക്സ് എന്ന് കേൾക്കുന്നവർ പറയട്ടെ. ഞാൻ പരദൂഷണം പറയുന്ന അച്ഛൻ കേട്ടോ? എന്നതാ ഞാൻ പരദൂഷണം പറയുന്ന അച്ഛൻ കേട്ടോന്ന്? കേട്ടോന്ന് ചോദിക്കാ. സ്വന്തം കാതുകൊണ്ട് കേൾക്കുമ്പോ പറഞ്ഞാ മതി. പറയാം, കാതുകൊണ്ട് കേൾക്കുമ്പോ പറയാം. നീ നോക്കിക്കോ, തോണ്ടി സകലം ഞാൻ പിടിച്ചോ. ആ പിടിക്കും. അല്ല കറിയച്ചേട്ടാ, രാവിലെ എന്താ ഒരു പ്രശ്നം? അതെ, ഞങ്ങളെ ചാരപ്രശ്നം ഒന്ന് ചർച്ച ചെയ്യുകയായിരുന്നു. ഓ അത് ശരി. എന്താ കറിയാച്ച? കറി ആയിട്ടില്ല, ആകുമ്പം വിളിക്കാം. പോരെ? ഷാപ്പിലെ തവള കറി ആയിരിക്കും അല്ലേ? ചിന്നമ്മോ, ഏതോ ഒരു പുതിയ നോവൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. സ്വീറ്റ് ഡ്രീംസ്. എങ്ങനെയുണ്ട്, കൊള്ളാമോ? കൊള്ളാമോന്നോ? പുരുഷന്മാരെ അത്യാവശ്യമായിട്ട് വായിച്ചിരിക്കേണ്ടതാ. ആ റാക്കിലുണ്ട്, എടുത്തു തരാം. വായിച്ചിട്ട് കൊള്ളില്ലെങ്കിൽ നഷ്ടപരിഹാരം തരേണ്ടി വരും. എന്ത് വേണോ തരാം. മദ്യപാനിയായ ഭർത്താവ്. അയാൾ ഒരു പകൽമാന്യനാ. കിട്ടുന്ന കാശ് മുഴുവൻ പട്ടഷാപ്പിൽ കൊടുക്കുന്ന ദുഷ്ടൻ. ഇങ്ങനെയുള്ളവന്റെ കൂടെ ജീവിക്കാതിരിക്കുന്നതാണ് നല്ലത്. സ്വന്തം കോംപ്ലക്സ് മറയ്ക്കാൻ വേണ്ടി ഇല്ലാത്ത ഓരോ കുറ്റം കണ്ടുപിടിച്ച് ഭാര്യയെ മർദ്ദിക്കുന്ന കശ്മലൻ. തലവിധി അല്ലാതെന്താ. നന്ദേട്ടാ, ഇനി മതി, ഓഫ് ചെയ്യേ. ഇത്ര അസല് ബ്രേക്ക് ഡാൻസ് ഇറങ്ങുമ്പോ ഓഫ് ചെയ്യണം. ടൈം എത്രയെന്നറിയോ? ഓ ടൈം ടൈം ടൈം. നീ ഇങ്ങോട്ടിരുന്നേ, ഇതൊക്കെ ഇപ്പൊ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് കാണണ്ട, ബോറ്. അറിയാത്ത കാര്യങ്ങൾ ബോറാന്ന് പറഞ്ഞ് തള്ളരുത്. രേഖയായിരിക്കും. ഹലോ, ആരാ? ഇപ്പൊ വിളിക്കാം, പ്ലീസ് ഹോൾഡ് ഓൺ. ആരാ? ട്രീസയുടെ ഹസ്ബൻഡാ. ഒന്ന് ലുങ്കി എടുത്തു കൊടുത്തേ. ഇതിനെന്താ കുഴപ്പം? ട്രീസ ഇപ്പൊ വരും. വന്നോട്ടെ. ഒന്ന് പോ. ട്രീസ,
ഹലോ, അതെ ഞാനാണ്. ആ തള്ളാതെ ശരിക്കും കേട്ടില്ല ഞാൻ. എന്താ? അവര് വല്ല റൊമാൻസും പറയുന്നിടത്ത് നമ്മൾ എന്തിനാ കട്ടുറുമ്പുകളായിട്ട്? ഓഹോ, അപ്പൊ തന്റെ റൊമാൻസ് മൂടൊന്നും കളഞ്ഞു പോയിട്ടില്ല അല്ലേ? നമുക്കും കുറച്ചാൾ അകന്നിരുന്നാലോ? എന്താ മടുത്തോ? ഏയ് അതല്ല, ഈ അകന്നിരിക്കുമ്പോ കാണാനുള്ള ഒരു വെമ്പലുണ്ടല്ലോ, അതിന്റെ ത്രില്ലൊന്ന് ആസ്വദിക്കാനാ. ഞാൻ കുറച്ചാൾ അമേരിക്കയിൽ പോയി നിൽക്കാം അമ്മായിച്ചന്റെ കൂടെ. എന്താ? അങ്ങനെ എന്റെ മോൻ ഇപ്പൊ ത്രില്ലടിക്കണ്ട കേട്ടോ. എന്തായി കാണിക്കണേ? എന്റെ മോനോടൊരു വാക്ക് പറയിപ്പിക്കാതെ നീ ഫോൺ വെച്ച് കളഞ്ഞല്ലോടി. എന്താ? എന്തു പറ്റി? എന്നോട് മിണ്ടാതെ തുള്ളിച്ചാടി ഇവിടെ വന്നൂന്ന്. ഫോൺ വന്നതുകൊണ്ടാ. അത് എന്നോട് പറയണ്ടേ? അമ്മ ടി വി കണ്ടോണ്ടിരിക്കായിരുന്നു. ഞാൻ ടി വി കണ്ട് ചത്തിരിക്കേ? അല്ലെങ്കിൽ എനിക്കറിയാടി, ഞാൻ എന്റെ മോനോട് സംസാരിക്കുന്നത് നിനക്ക് തീരെ അവർക്ക് ഭാര്യയ്ക്കും ഭർത്താവിന് എന്തെങ്കിലുമൊക്കെ സ്വകാര്യം പറയാൻ കാണില്ലേ? അതിൽ എന്തൊട്ട് കോപ്പിന് സ്വകാര്യം. ഞാനൊരു ആമൃതന്റെ കൂടെ പുറത്തോളാം. ഇമ്മാതെ ഇളക്കങ്ങളൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. എന്റെ മൂന്നാമത്തെ മോനെ പ്രസവിച്ചതിന് ശേഷമാണ് ഞാൻ എന്റെ ആമൃതന്റെ മോൻ ശരിക്ക് കണ്ടത് തന്നെ. ആ അമ്മച്ചി വാ, അവര് കിടന്ന് ഉറങ്ങട്ടെ. അവര് കിടന്നോളും. അതിന് നിന്റെ ശുപാർശ ഒന്നും വേണ്ട. തള്ള ചെല്ല്, അധികം സംസാരിച്ച കാറ്റു. ഏ ഈ ശ്വാസം പോവേ, ശ്വാസം സംസാരിച്ച പോക്ക. മനസ്സിലായി, ഒക്കെ ഒരു കയ്യാ. സോറി, ബുദ്ധിമുട്ടായല്ലേ? ഏയ് ഇറ്റ്സ് ഓൾ റൈറ്റ്. ട്രീസ് ഇത് എങ്ങനെ സഹിക്കുന്നു? സഹിച്ചല്ലേ പറ്റൂ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഹലോ, ഇനി ലുങ്കി കഴിക്കാലോ? യെസ്, ഐ എം ടെല്ലിംഗ് ദ ഫാക്ട്. ഞാൻ ആരെ കമ്പനിയില്ലെന്നറിയാലോ. താല്പര്യമില്ലാത്തവർക്ക് പോവാം. എനിബഡി പ്ലീസ്. മൂവർ സംഘം, വാട്ട് അബൌട്ട് യു? പോകുന്നില്ലേ? No, sir. അറ്റൻഡൻസ് തരില്ലാന്നൊന്നും കരുതണ്ട. അക്കാര്യത്തിൽ ഞാൻ വലിയ ഉദാരമതിയാന്നറിയാലോ. But we want to attend your class, sir. ഓക്കെ, then we will start. ഗംഗ പ്ലീസ്. താങ്ക് യു. നന്ദു സാർ, ഒരു ഫോൺ കോൾ ഉണ്ട്. സോറി, 1 second. ഫോൺ. ഓ, ഹലോ. യെസ്. ആ അങ്കിളാ, ഇന്ദു ക്ലാസ്സിലാ. ഞാനും അതെ. ഓ, ഓർമ്മയുണ്ട്. വരാം. ഓക്കെ, താങ്ക് യു. ആരാ? ഇന്ദുവിന്റെ അങ്കിളാ. ആര്? ഡോക്ടർ മേനോനോ? Yes. മൈ ജീസസ്, ഇതായിരുന്നെങ്കിൽ ഞാൻ അറ്റൻഡ് ചെയ്തേനെ. എനിക്കൊരു കാര്യം അറിയാനുണ്ടായിരുന്നു. ഈ വയറ് കുറയ്ക്കാനുള്ള വഴിയാണെങ്കിൽ അച്ഛൻ ശാപ്പാടൊന്ന് കുറച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചാലും മതിയല്ലോ. അയ്യേ, അതല്ലടോ. ദാ ഇങ്ങനെ കൈവെക്കുമ്പോ ഇവിടെ ഒരു വേദന. അതിനൊരു പോം വഴി ഞാൻ പറഞ്ഞു തരാം. എന്താ? ദാ ഇങ്ങനെ കൈ പൊക്കാണ്ടിരുന്നാ പോരെ അച്ചോ. എന്റെ കുറുമ്പ് ഞാൻ. ഓരോരുത്തരുടെ തമാശകള്. ഗുഡ് മോർണിംഗ് അങ്കിൾ. കാത്ത് കാത്ത് കണ്ണ് കഴിച്ചല്ലോ. എന്തത്ര വൈകി? ദാ ഇങ്ങോട്ട് ചോദിക്കേ. കാലത്ത് മുതലേ കുത്തിപ്പൊക്കിയിട്ടാ ഇപ്പോഴെങ്കിലും എത്തിയത്. അമ്മായി എന്തേ? അമ്മായി അടുക്കളയിൽ എന്തോ വറക്ക് പൊരിക്ക് ആകെ ബിസിയാ. ബോൺവിറ്റ പാർട്ടി തുടങ്ങിയില്ലേ? സ്റ്റോക്ക് തീർന്നു. തീർന്നോ? അല്ല പേടിക്കണ്ട, ന്യൂ സ്റ്റോക്കിന് ആളെ വിട്ടുണ്ട്. ഇപ്പത്തും. ഞാൻ വറക്കാം. വേണ്ട, ഡ്രസ്സൊക്കെ ചീത്തയാവും. ഇത് ടേബിളിലേക്ക് വെക്ക്. അല്ല, ഇതെന്താ ഓണസദ്യയോ? നിങ്ങൾ വരുമ്പോഴുള്ളൂ ഇതൊക്കെ. അല്ലെങ്കിൽ മെനു വളരെ മോശ, വെരി ബാഡ്. അല്ലെങ്കിൽ ഇപ്പൊ വെച്ച് വിളമ്പി തിന്നാൻ ഇവിടെ ആരാ ഉള്ളത്? ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ആയിട്ട് ഒരു 100 കൂട്ടം രോഗങ്ങളുണ്ട്. പിന്നെ കുട്ടികൾക്ക് വിളമ്പാന്ന് വെച്ചാ അതിനുള്ള ഭാഗ്യം ഈശ്വരൻ തന്നില്ല. നിങ്ങൾ നോക്കണ്ട, ഇതാ ഞാൻ പറഞ്ഞത്. പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് നീട്ടിയുള്ള ഭാഗ്യം കളഞ്ഞു കുടിക്കണ്ടെന്ന്. അമേരിക്കയിൽ നിന്ന് അളിയൻ വിളിച്ചിരുന്നു. നിങ്ങൾ രണ്ടുപേരെയും ഹണിമൂണിന് വേണ്ടി അങ്ങോട്ട് കൊണ്ടുപോയാലും ചോദിച്ചു. ഹണിമൂണോ? ആ, അത് തേക്കടിയിലും ഊട്ടിയിലും സിംലയിലൊക്കെ ആയിട്ട് കഴിഞ്ഞല്ലേ? എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ. കിട്ടി സാർ. എന്താ അത്? അത് ആ മെറ്റിൽഡ കമ്പനിക്കാർ കൊടുത്തയച്ച കുറച്ച് സാമ്പിൾ മെഡിസിൻ അല്ലേ? കൺസൾട്ട് റൂമിൽ കൊണ്ടുവെക്കടാ. പിന്നെ ഇത് നമ്മുടെ രഹസ്യ സംഘത്തിൽ വെച്ചാ മതിയോ അതോ എവിടെങ്കിലും കൊണ്ട് വെക്കടാ. ഇവന്റെ പറച്ചിൽ കേട്ട ഏതാണ്ട് മദ്യം കൊണ്ടുവന്ന പോലെയാണല്ലോ. അല്ല പിന്നെ അത്യാവശ്യത്തിന് വെപ്പാളപ്പെട്ടും തപ്പുമ്പോ കണ്ടില്ല എന്നും പറഞ്ഞ് എന്നെ ചീത്ത വിളിക്കാതിരുന്നാ മതി. സാമ്പിൾ. മോളി എന്ന് ഡ്രസ് മാറ്. നന്നായിട്ട് ഡ്രസ് മാറില്ലേ? ഞാൻ മാറിക്കോളാം.
അത് മാറിക്കോളും അത് വലിയ പ്രശ്നമൊന്നുമില്ല. ആ സിസ്റ്ററെ, ഞങ്ങള് കൺസൾട്ടന്റ് റൂം ഉണ്ടാവും, അവിടെ ഗൗരവതരമായ ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്ട് കഴിക്കാറുമ്പോൾ വിളിച്ചാൽ മതി. ആ പിന്നെ ഡിസ്കഷൻ ഇടയ്ക്ക് തൊട്ട് നിൽക്കാൻ അച്ചാറ് ഉപ്പേരി വല്ലതും വേണ്ടി വരുമോ? ചെല്ലി ചെല്ലി എന്തുപോലെ അറിയണ്ട. സോറി സാറന്മാരെ, ഭാര്യമാരെ ഇങ്ങനെ പേടിക്കുന്നത് ഭീരുത്വമാണ്. സ്വാതന്ത്ര്യമായിട്ട് അല്പം മദ്യപാനം കുടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ആണുങ്ങളാന്ന് പറഞ്ഞ് നടക്കണം എന്തിന്? അമ്മാവാ, ഇവൻ ചളാക്കുവോ? വേഷം കെട്ടെടുത്താണല്ലോ അടിച്ചതിന്റെ. അടിക്കണം സാർ, അടിക്കണം സാർ. മൂട് മൂട്. സാറിന്റെ ഉപ്പ് തിന്ന് വളർന്നാണ് ഈ തടി. അടിക്കണം സാർ. എടാ, ഉപ്പ് മാത്രം തിന്നാ പോരാ, ഇടയ്ക്ക് ഇത്തിരി ചോറും കൂടി തിന്നണം, എന്നാലേ അടി കൊള്ളാനുള്ള ആരോഗ്യം ഉണ്ടാവും. എടുത്തു വെക്കടാ. എന്താ മോളെ? ഊണ് വിളമ്പട്ടെ? വിളമ്പിക്കോ, നന്ദു ഇപ്പൊ വരും. ഞാൻ അവന് 2 ഔൺസ് മരുന്ന് കൊടുത്തിരിക്കുക. എന്ത് പറ്റി? ഒരു ചെറിയ തലവേദന. ഈശ്വര, പേടിക്കാനൊന്നുമില്ല, ഇപ്പൊ മാറും. മോള് എന്നെല്ലാം എടുത്തു വെക്ക്. ചെല്. ഇന്ദുവിന് സംശയമൊന്നുമില്ല. ഒരു സംശയമില്ല. നീ വെറുതെ കോൺഷ്യസ് ആയി സംശയം ഉണ്ടാക്കാതിരുന്നാ മതി. നന്ദേട്ടന് തലവേദന അത്രേ. കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോഴും ഉണ്ടായി. എന്താ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ? ഓ അതൊന്നും സാരമില്ല. മോളാ കാച്ചി വെച്ച് പപ്പടം ഇങ്ങെടുത്തേ. ഡോക്ടർ, ഞാൻ 35 വയസ്സുള്ള ഒരു വിവാഹിതനാണ്. ഇപ്പോ ഒരു കുഞ്ഞിന്റെ അച്ഛന്. 1.5 വർഷം മുമ്പ് ഒരു ആക്സിഡന്റ് ഉണ്ടായി ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. കുറെ ബ്ലഡ് വേണ്ടി വന്നു. എന്റെ ഒരു സുഹൃത്താണ് എനിക്ക് ആവശ്യമായ ബ്ലഡ് തന്നത്. ഇപ്പോൾ എന്റെ ഭാര്യ പ്രസവിച്ചു. കുഞ്ഞിന് 4 മാസം പ്രായമായി. അതും ഇതും തമ്മിലുള്ള ബന്ധമുണ്ട് സാർ. കുഞ്ഞിന് എന്റെ സുഹൃത്തിന്റെ മോച്ചായാണ്. അവന്റെ നെറ്റിയിലെ മറുകു പോലും കൃത്യമായിട്ടുണ്ട്. എന്റെ ശരീരത്തിൽ സുഹൃത്തിന്റെ ബ്ലഡ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് എന്റെ ഭാര്യ പറയുന്നത്. ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ ഡോക്ടർ? കൃത്യമായ ഒരു മറുപടി തരണം. ഡോക്ടറുടെ മറുപടിയിലാണ് എന്റെ കുടുംബ ബന്ധം തൂങ്ങിക്കിടക്കുന്നത്. അതുകൂട്ടി, ആ കുടുംബ ബന്ധം തകർക്കണ്ട. അങ്ങനെ സംഭവിക്കും എന്ന് താൻ മറുപടി എഴുതിക്കോ. വേണമെങ്കിൽ ഓ ഗ്രൂപ്പും എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും ഒക്കെ മറിച്ചും തിരിച്ചു എഴുതിക്കോ. ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിക്കോ. ഓക്കെ, ഇനി ഞാനേറ്റ്. സാധാരണ മനഃശാസ്ത്ര പ്രശ്നങ്ങളാണെങ്കിൽ ഞാൻ കൈകാര്യം ചെയ്തേനെ. ഇതിൽ ബ്ലഡിന്റെ കാര്യം വന്നുകൊണ്ടാണ് അഡ്വൈസിന് വേണ്ടി ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. മിസ്റ്റർ മനസുഖം പത്രാധിപർ മതംകുട്ടി, സർ, ഗോൺസാൽവസ് ആയി കള്ളപ്പേരിൽ മനഃശാസ്ത്ര പങ്ക്തി എഴുതുന്ന സൂക്ഷിച്ചു വേണം, തടി കേടാവും. മേനോൻ സാർ എന്റെ ഉപദേശകനായിരിക്കുന്നിടത്തോളം കാലം എന്റെ തടി കേടാവൂല. വിഷ് യു ആൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. ഈ ലക്കം മനസ്സോ വേണ്ടെങ്കിൽ വേണ്ട. ഇതേപോലെ തന്നെയായിരുന്നു കാലടി ശങ്കര കോളേജ് പഠിക്കുമ്പോഴേ ആർട്സ് ക്ലബിന്റെ ഫെസ്റ്റിവലിന് കലാഭവന്റെ പരിപാടി വെച്ചു. നമ്മൾ അതിന് മുകളിൽ വേറെ പരിപാടി നന്ദു സാറിനെ തിരക്കി നടക്കായിരുന്നു. ഓർക്കസ്ട്രാക്കാരൊക്കെ റെഡിയല്ലേ? ഒക്കെ റെഡിയാണ് സാർ. എന്നാ പിന്നെ ഗാനമേള നമുക്ക് അടിപൊളിയാക്കാം. പിന്നെ ആർട്സ് ക്ലബ് ഇനാഗുറേഷനുള്ള ആളെ കിട്ടിയോ? ഒരാളെ ഞങ്ങൾ ചാക്കിട്ട് വെച്ചിട്ടുണ്ട്. ആരാ? ഡോക്ടർ ജോർജ് ചെറിയാൻ. ആ സൈക്കാട്രിസ്റ്റ്. എടോ, ആർട്സ് ക്ലബ് മനഃശാസ്ത്രം തമ്മിൽ എന്താ ബന്ധം? അതുമായിട്ട് ബന്ധമുള്ള വല്ല സിനിമാക്കാരെയും മറ്റേ വിളിച്ചൂടെ? വിളിക്കാഞ്ഞിട്ടാണോ? വരാൻ ആരെങ്കിലും സമ്മതിക്കണ്ടേ? കോളേജ് എന്ന് പറയുമ്പോ ഏതാണ്ട് പ്ലേഗ് എന്ന് കേൾക്കും പോലെയാ. പോരാത്തന്നെ ആ ഫ്രെഡിയും കൂട്ടരും ചില പാറകളും വെക്കുന്നുണ്ട്. മൊത്തത്തിൽ ഫംഗ്ഷൻ കൊളാവോടൂ. അതൊന്നുമില്ല, അതിനുള്ള പരിപാടി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അല്ല, ഗംഗ എവിടെ? ക്ലാസ്സിലാ. അത് കൊള്ളാം. സോങ് പ്രാക്ടീസ് ഇവിടെ എത്ര ഞാൻ പറഞ്ഞിരുന്നാണല്ലോ. ആരെങ്കിലും ചെന്നേ? ഞങ്ങൾ ഇന്ന് പോണോ? ഇന്നത്തെ ടീച്ചറുടെ ക്ലാസ്സാ. എന്താ പേടിയാ? പേടിയായിട്ടില്ല, എന്തെങ്കിലും ചളവിളാന്ന്. സാർ, ഞാൻ പോയി വിളിച്ചോണ്ടരാം. ആ ചെല്. The middle ear is an air-filled chamber laying in the temporal bone on the inner wall. എക്സ്ക്യൂസ് മീ, Yes? സോങ് പ്രാക്ടീസ് ചെയ്യാൻ ഗംഗയെ വിളിക്കുന്നുണ്ട്. ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ? ഓർക്കസ്ട്രക്കാരൊക്കെ വന്നിട്ടുണ്ട്. നന്ദു സാർ പറഞ്ഞിട്ടാ. ഗംഗ പോന്നോ? എന്നാ ചെല്ല്. ഞങ്ങൾക്കും ബ്രേക്ക് ഡാൻസിന്റെ റിഹേഴ്സൽ ഉണ്ടായിരുന്നു. എന്നാ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നാ പോരായിരുന്നോ? ബാക്കിയുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന എന്തിനാ? സോറി, ഇപ്പോഴാ ഓർത്തത്. നോ, ഇനി ഇപ്പൊ പോവാൻ പറ്റില്ല. ഓ, നന്ദു സാർ വിളിക്കുന്നവരെ മാത്രമേ വിടുള്ളൂ അല്ലേ?